ഇപ്പോൾ AK ആന്റണി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഞെട്ടലാണ് അങ്ങനെ അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുകയാണ്. 10 വർഷത്തെ ഭരണത്തിൻ്റെ സംഭാവനയാണ്. കേരളത്തിൽ ഇന്ന് ഒരു കാലത്ത് കാണാത്ത ഐക്യത്തോടുകൂടി കെട്ടറപ്പോടുകൂടി UDF പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കാരണം. എന്താ? കേരളത്തിൽ നിഷ്പക്ഷപാതിയായ ജനങ്ങൾക്ക് കോൺഗ്രസ്സുകാരല്ല, UDFക്കാരല്ല, ഇടതുപക്ഷക്കാരിൽ തന്നെ ഗണ്യമായ വിഭാഗം ആൾക്കാർ ആഗ്രഹിക്കുന്നത് എന്താണ്? അവർക്ക് മൂന്നാം പിണറായി സർക്കാർ എന്ന് പറയുമ്പോൾ അവർക്ക് ഞെട്ടലാണ്. തുടർ ഭരണമെന്ന് കേൾക്കുമ്പോൾ ഞെട്ടലാണ്. അവരാഗ്രഹിക്കുന്ന ഭരണമാറ്റമാണ്. അതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. 10 വർഷം കഴിഞ്ഞു. ഇനിയൊരു മൂന്നാമെന്ന് പറഞ്ഞാൽ 15 വർഷത്തെ ഗവൺമെൻറ്, 15 വർഷത്തെ പിണറായി ഗവൺമെൻറ് അത് സഹിക്കാൻ താങ്ങാനുള്ള കരുത്ത് ജനാധിപത്യ കേരളത്തിലില്ല. കരുത്തില്ല. മോഡി പിന്താങ്ങി കൊടുക്കുന്ന ശക്തി കൊടുത്താലും കിട്ടില്ല. മോഡിയുടെ സപ്പോർട്ട് കൈത്താങ്ങ് കൊടുത്താലും ഇനി 15 വർഷത്തെ ഒരു പിണറായി ആകാനുള്ള കരുത്ത് കേരള ജനതയ്ക്കില്ല. അവർക്കറിയാം മൂന്നാമത്തെ ഊഴംകൂടി തുടർഭരണം ഉണ്ടായാൽ അത് കേരളം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തമായി മാറും. മഹാദുരന്തം അതായി മാറാം. ദുരന്തം ഉണ്ടാകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. 10 വർഷത്തെ ഭരണത്തിലെ ഓരോ കാര്യങ്ങളും വിശദീകരിക്കുന്നില്ല. ഒന്ന് ഞാൻ പറയാം. 10 വർഷം കൊണ്ട് കേരളം വളരെ പുറകോട്ട് പോയി. ഒരു കാലത്ത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വികസന കാര്യത്തിൽ നമ്പർ 1 കേരളമായിരുന്നു. ഇപ്പോൾ കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന അവർ വികസനത്തിൽ മുന്നോട്ട് പോവുകയാണ്. വികസന കാര്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. കെൽട്രോൺ ആദ്യം തുടങ്ങിയത് കേരളത്തിലാണ്. ഐക്യക്ക് മുമ്പുള്ള ആ കേരളത്തിൽ കടത്തിവിട്ട് മുന്നോട്ട് കുതിച്ച് പിഴകോട്ട് അടിച്ചുകൊണ്ട് തള്ളി മാറ്റിക്കൊണ്ട് കർണാടകവും തമിഴ്നാടും ആന്ധ്രയും തെലങ്കാനയും. അതാണ് സ്ഥിതി. ഇനിയും വന്നാൽ കേരളത്തിൽ വികസനം സ്തംഭിക്കും. വികസനം പൂർണ്ണമായി സ്തംഭിക്കും. ട്രഷറി ഇപ്പോൾ പേയ്മെൻ്റ് ഇല്ല, നിർത്തിയിരിക്കുക. 6 ലക്ഷം കോടി രൂപയുടെ കടവാണ്. 6 ലക്ഷം കോടി രൂപയുടെ കടവാണ്. ഇനിയൊരു ഗവൺമെൻറ് വന്നാൽ, പിണറായി ഗവൺമെൻറ് വന്നാൽ കേരള വികസനം സ്തംഭിക്കും. കേരളം പുറകോട്ട് പോകും. തെക്കൻ സംസ്ഥാനങ്ങൾ അതിവേഗം മുന്നോട്ട് പോകും. എന്ത് കാഴ്ചയാണ്! എന്ന് ദയനീയമായ സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലും മക്കൾ കാണും, അല്ലെങ്കിൽ സഹോദരങ്ങൾ കാണും. ഇന്ന് കേരളത്തിൽ +2 പാസ്സായ വിദ്യാർത്ഥികളിൽ എത്ര പേർ കേരളത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? +2 പാസ്സായി കഴിഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ വസ്തു പണയപ്പെടുത്തി, അല്ലെങ്കിൽ കടം വാങ്ങി ഒന്നെങ്കിൽ വിദേശത്തേക്ക്, അല്ലെങ്കിൽ അയൽസംസ്ഥാന ബാംഗ്ലൂർ, അതുപോലെ അയൽസംസ്ഥാനങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ചെറുപ്പക്കാരുടെ കൂട്ടപ്പലായനമാണ് കേരളത്തിൽ. കൂട്ടപ്പലായനം. 40 ലക്ഷം പേർക്ക് ജോലി കൊടുത്തതാണ് കേരളത്തിലെ വ്യവസായ മന്ത്രി പറയുന്നത്. കേരളം ഇന്ന് റെക്കോർഡ് തൊഴിൽ സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ഇത്രയും തൊഴിലില്ലായ്മ ഉണ്ടായ കാലമില്ല. ആൾക്കാരെല്ലാം കേരളം വിട്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ താമസിക്കുന്നത് വിട്ടുപോകാൻ അവസരം ഉണ്ടാകത്തില്ലാത്തതുകൊണ്ടാണ്, അതിന് സാഹചര്യമില്ലാത്തതുകൊണ്ടാണ്. അല്ലാത്ത എല്ലാം കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ പോയാൽ എന്താ സ്ഥിതി? പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എല്ലാ വീടുകളിലും 5ഉം 8ഉം 10ഉം 12ഉം കുട്ടികളുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. കാലം കുറെ പോയപ്പോൾ എണ്ണം ചുരുങ്ങി 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 കഴിഞ്ഞ കുറേ നാളായി 2, 3ആയി, പിന്നെ 2ആയി. ലേറ്റസ്റ്റ് ഇപ്പോൾ നമുക്കൊന്ന് ഒരു കുട്ടി, അല്ലേ? ഒരു കുട്ടിയായിട്ട് മാറി മിക്ക വീടുകളിൽ. അത് കൂടുതലുള്ള കാണുന്നതായിരിക്കും. മിക്ക വീടുകളിൽ ഇപ്പോൾ ഒരു കുട്ടി.
ആ കുട്ടി കൂടി വിദേശത്ത് പോയാൽ എന്തായിരിക്കും കേരളത്തെ സ്ഥിതി? കേരളം വൃത്തസദനമായി മാറും. ആ വൃത്തസദനത്തിലെ വിത്തന്മാരെ ശുശ്രൂഷിക്കാൻ അന്യ സംസ്ഥാനത്തുള്ളവർ വരേണ്ടി വരും. അയൽ സംസ്ഥാനക്കാർ വേണം നമ്മുടെ സംസ്ഥാനത്തെ വൃത്തസദനങ്ങൾ നോക്കേണ്ടത്. കേരളം മലയാളികളുടെ നാടായി മാറില്ല. മലയാളികളുടെ നാടായി കേരളം മലയാളികൾ നാടല്ലാതായി മാറും. പെരുമ്പാവൂരെല്ലാം ബോർഡിൽ ഹിന്ദിയിലും ആസാമിലും ആസാം ഭാഷയിലും